എന്താ ജീവന് പോലെ ഭീഷണിയാണ്, നല്ല ഭീഷണിയാണ് ജീവനെ. എന്നെ കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു നീതി കിട്ടണം, ഒരു എന്താ പറയുക, സേഫായിട്ട് ജീവിക്കാൻ കഴിയണം മക്കളെ. മലപ്പുറത്തെ മതപ്രഭാഷകനായ ബായാർ തങ്ങൾ വധഭീഷണി അടക്കം മുഴക്കി തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ഭാര്യ ഷബന ബീവിയും മകനും രംഗത്ത്. വളരെ മോശമായ രീതിയിലുള്ള ലൈംഗികതയ്ക്ക് വിധേയമാക്കുകയും പല മോശം കാര്യങ്ങളും ഭർത്താവായ ബായാർ തങ്ങളിൽ നിന്നുണ്ടായെന്നും ബായാർ തങ്ങളുടെ വഴിവിട്ട ബന്ധങ്ങൾ തന്റെയും കുടുംബത്തിന്റെയും ജീവിതം തകർത്തുവെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ഭാര്യ ഷബ്ന ബീവി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബായാർ തങ്ങളുടെ വൈഫാണ്. ഇങ്ങനൊരു ഇതിൽ വരാൻ കാരണം നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ വന്ന ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. 1.5 വർഷം മുമ്പാണ് ഞങ്ങളത്ര ഒരു പ്രശ്നത്തിലേക്ക് വന്നത്. ഒരു ഫോൺ കോൾ ഞാൻ പിടിച്ചതാണ്. ഓപ്പറേറ്ററിന് ഒരു സ്ത്രീനായിട്ട് സംസാരിക്കുന്നത്, ഒരു 28 മിനിറ്റ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയത്. അതിന് മുമ്പൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും കൂടിയിട്ട് സോൾവ് ആക്കിയിട്ട് ഞാൻ മാത്രം ഉണ്ടാവും നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല കോംപ്രമൈസ് ആക്കിയിട്ട് നല്ല സന്തോഷത്തിൽ പോകുമായിരുന്നു. പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1.5 വർഷം മുമ്പ് ഒരു ഫോൺ കോള് കേൾക്കുകയും പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മൂപ്പര് പിന്നെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായി. അപ്പോൾ പിന്നെ മൂപ്പര് ബന്ധത്തിൽപ്പെട്ട മൂപ്പര് ജ്യേഷ്ഠന്മാരും അവരുടെ മക്കളും പെങ്ങളെ മക്കള് പിന്നെ മൂപ്പര് ആളുകളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അമ്മാവനും എൻ്റെ മൂത്താപ്പയും എൻ്റെ ഉമ്മാൻ്റെ അമ്മാവനും ഉണ്ടായത്. അതും അവർ വിളിച്ചത് തന്നെയാണ്, തങ്ങളെന്നെ വിളിച്ചതാണ്. അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവരും കൂട്ടി അതിൽ ഫാഷി എന്ന് പറഞ്ഞ ഫാഷിസ്റ്റാണ്, പിന്നെ റസാഖ് എന്ന് പറഞ്ഞ ആള്. ഇവരൊന്നും മുന്നേ എനിക്ക് പരിചയമുള്ള ആളുകളല്ല. പിന്നെ കുഞ്ഞുട്ടി ഡോക്ടർ, കുഞ്ഞാവാജി, മൂപ്പര അലിയൻ PMS തങ്ങൾ, മൂപ്പര അനിയൻ തങ്ങൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് മൂപ്പര് ചർച്ച വെച്ചു. ആ ചർച്ചയിൽ ഇവരോട് എല്ലാവരോടും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചതാണ്, നിങ്ങളെല്ലാവരും ഷബ്നാനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. 3 മാസത്തോളമായി കല്യാണം കഴിച്ചിട്ട്, അപ്പോൾ ഒരു കുറവും വരുത്തൂല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നിനക്ക് പറഞ്ഞിട്ട് ധരിപ്പിച്ചു. ഞാനതിന് വിഷമം ഉണ്ടെങ്കിൽ കൂടിയിട്ട് സമ്മതിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുമായിരുന്നു. അന്ന് ആ ഫോണിൽ ഞാൻ കേട്ടത് 1.5 വർഷം കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. അപ്പം അതിനിടയിൽ വരെ കാണാൻ സംസാരിക്കാൻ നമുക്കൊക്കെ ചെയ്യാം. 1.5 വർഷത്തിന് ശേഷം അതുവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഈ 1.5 വർഷം എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് പറയണില്ലായിരുന്നു. ആ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബായാറിന്ന് ഒരു ഫോൺ കോള് എൻ്റെ മോൻക്കൊരു ഫോൺ കോള് വന്ന് എന്താണ് പ്രശ്നം, ബാപ്പാക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു അത് 1.5 വർഷം മുമ്പ് കല്യാണം കഴിച്ചതാണ്, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയാണ് വോയിസ് മെസ്സേജ് കേട്ടത്, പെണ്ണിൻ്റെ വാപ്പ 3 മാസമായിട്ട് ഉള്ള പ്രായപൂർത്തിയായ സമയത്താണ് കെട്ടിച്ചു കൊടുത്തതെന്നും എന്നൊക്കെ. ഈ 1.5 വർഷത്തിന് മുമ്പ് എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയും വീട്ടിൽ കൃത്യമായിട്ട് വരുമായിരുന്നു. എല്ലാ ബുധനാഴ്ചയും ബായാർക്ക് പോകും. ഒരാഴ്ച അവിടെ ലീവ് എടുത്താലും വീട്ടിൽ ലീവ് എടുക്കാറില്ലായിരുന്നു. ബായാർ ലീവ് എടുത്തിട്ടും വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഈ 1.5 വർഷത്തിന് മുമ്പ് ഈ ഫോൺ കേൾക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ സൂര്യ അസീസ് സക്കാഫി എന്ന് പറഞ്ഞിട്ട് ഒരാളും സിദ്ദീഖ് സക്കാഫി എന്ന് പറഞ്ഞിട്ട് ആളും മൂപ്പരും കൂടെ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിസി ആവും, അപ്പോൾ ആഴ്ചയിൽ വീട്ടിലേക്ക് വരാൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സമ്മതിച്ചെങ്കിലും അത് കളവാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് ഈ ഫോൺ കോൾ ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ ചോദിച്ചിട്ടായിരുന്നില്ല ബിസിനസ് എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമായതും തീരുമാനങ്ങളുണ്ടായതും കാര്യങ്ങളുണ്ടായതും ഒക്കെ. ഇതാണ് 3ാമത്തെ കല്യാണമാണോ അതെന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയതും അന്വേഷിച്ചതൊക്കെ. ഇതുവരെ ആയിട്ട് ഭർത്താവ് വിളിക്കണില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇലക്ഷൻ്റെ തലേദിവസം നോമ്പിൻ്റെ തൊട്ട് മുമ്പ് അനിയൻ്റെ വീട്ടിൽ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു, 2-3 മാസമായി നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട്, എന്താണ് എന്താണ് വിഷമം എന്താണ്, എന്നോട് പൊരുത്തപ്പെടണം, എന്നോടും മക്കളോടും എന്ത് വിഷമം ഉണ്ടെങ്കിലും പുറത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ തീരുമാനിച്ചിട്ട് വരും. ഞാൻ തീരുമാനിക്കുന്ന വരങ്ങളെ കൂടെ ഞാൻ ജീവിക്കുക എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവിടെ നിന്ന് മക്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു.
പരിപാടിക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് കൊണ്ടുപോകാൻ ആളുകൾ എന്നോട് പറഞ്ഞു പരിപാടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവർ വിളിച്ചവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും മൂപ്പര് പിന്നെ എവിടെ ഉണ്ടായത് എവിടെ ഉള്ളത് മൂപ്പര് ഒരു വിവരമില്ല, വീട്ടിലേക്ക് വരുന്നില്ല. വളരെ നിസ്സഹായാവസ്ഥയിലാണ് ഞാനും എൻ്റെ 2 മക്കളും വീട്ടിൽ പോകുന്നത്. ഈ 1.5 വർഷത്തിന് ശേഷം നല്ല ക്രൂരമായിട്ടായിരുന്നു പെരുമാറിയത്. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കും, ഇത് എൻ്റെ വീടാണ്, എൻ്റെ സ്വത്താണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ തന്നെയല്ലേ ഞാൻ നിൽക്കല്, എനിക്ക് ആരുമില്ല, നിനക്ക് ആരുമില്ല ചോദിക്കാൻ, നിൻ്റെ കൂടെ ഒരു സമുദായം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വമായിട്ടാണ് എല്ലാ സാധനങ്ങളും അവർ എടുത്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡും മറ്റുള്ള കാര്യങ്ങളും ഐഡൻറ്റി കാർഡും ആധാരവും എൻ്റെ കുറച്ച് ഗോൾഡും എല്ലാം എടുത്തിട്ട് വീടിൻ്റെ എല്ലാ റൂമുകളെ ചാവി വരെ എടുത്തിട്ടാണ് അവർ പോയത്. മെയിൻ ഡോറിനൊരു ചാവി മാത്രം ഇവിടെ വെച്ചിട്ട് ഒരു സെറ്റ് അവരെടുത്ത് ഒരു സെറ്റിൻ്റെ അടുത്തുമായിട്ട് അങ്ങനെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്താണ് പോകാനുള്ള കാരണം എന്നൊന്നും എനിക്കറിയില്ല. എന്താണ് ഇത് മൂപ്പര് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കണോ എന്താണോ ഏതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ പഠനങ്ങളും ചെലവിനൊക്കെ മറ്റുള്ളവർ തന്നിട്ട് ആണ് ഇപ്പം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അമ്മോനുണ്ട്, ദുബൈയിലുള്ള ഒരു അമ്മോനുണ്ട്, അവരും മറ്റു ആളുകളൊക്കെ തന്നിട്ടാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മഹലിലുള്ള ആരും വന്നിട്ടില്ല. മൂപ്പര ആളുകൾ എന്നുള്ള നിലയ്ക്ക് കുഞ്ഞിന്റെ ഡോക്ടർ അവരെന്നെ വിളിക്കുന്ന ആളുകളാണ്. മഹലിൽ കമ്മിറ്റിയോ പ്രസിഡന്റ് ആരും വന്നിട്ടില്ല. ഈ കേച്ച് റസാഖ് എന്ന് പറഞ്ഞ വ്യക്തിയും പിന്നെ പഴശ്ശി ഉസ്താദ് എന്ന് പറഞ്ഞ കണ്ണൂരുള്ളതാണ്, അബ്ദുൽ ലത്തീഫ് പഴശ്ശി എന്ന് പറഞ്ഞിട്ടുള്ള പഴശ്ശി ഉസ്താദ്, കുഞ്ഞിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പിന്നെ കുഞ്ഞാവ ഹാജി, അവരൊക്കെ മൂപ്പര ഡ്രൈവർ ഷെരീഫ്, അവർ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. എൻ്റെ ആയാലും എൻ്റെ മക്കളായാലും പരിസരത്തൊക്കെ പറയുന്നുണ്ട് ഇത് കുറച്ച് കാലം കൂടെ പോവുള്ളൂ, 6 മാസത്തിനുള്ളിൽ ഒഴിവാക്കാനുള്ളതാണ്. പക്ഷെ എൻ്റെ ഭർത്താവ് എന്നോട് ഇതുവരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കുടുംബങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവർ മൂപ്പര ജ്യേഷ്ഠന്മാർ വരെ മാറി ചിന്തിച്ചത് പൂർണ്ണമായിട്ടും ഇന്ന മക്കളെ ഒഴിവാക്കും, വീട്ടിൽ നിന്ന് ഒഴിവാക്കും, തലാക്കും ചെല്ലും എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഇതിനെന്താണ് കാരണം എന്ന് അന്വേഷിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം അവരായിട്ട് ഒരു സംസാരമില്ല, അവരുടെ അടുത്തേക്ക് വരണില്ല, ഒന്നുമില്ല. ഇപ്പോഴും എടുത്ത് പറയാൻ ഞങ്ങൾക്ക് നീതി കിട്ടണം. വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തൊരവസ്ഥയിൽ നമുക്ക് വീടും ഇതും കിട്ടണം. നമ്മൾ താമസിക്കുന്ന മക്കളായിട്ട് താമസിക്കുന്ന വീടാണല്ലോ, നീതി കിട്ടണം. പല പീഡനങ്ങൾ നമ്മൾ നല്ല ജീവൻ പോലെ ഭീഷണിയാണ്, നല്ല ഭീഷണിയാണ് ജീവനെ. എന്നെ കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു നീതി കിട്ടണം, ഒരു സേഫായിട്ട് ജീവിക്കാൻ കഴിയണം. മക്കളെ പിന്നെ പഠിപ്പ്, വീട്ടിലെ ചെലവുകൾ, സോളാർ കേടുവന്ന് കിടക്കണ, ഈ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കണില്ല, മോട്ടർ കേടുന്ന അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. വീട് ഒഴിഞ്ഞു പോകാത്ത നിലക്കുള്ള പിന്നെ കൂടെ കൊടുത്തിട്ടുള്ള മറ്റു കേസുകളെ കുറിച്ചിട്ട് ഇതുപോലെ നമ്മള് അതുപോലെ മൈനറായ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചാൽ നമുക്ക് അവിടുന്ന് കാസർഗോഡ് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊരു പോക്സോ കേസ് മഞ്ചേശ്വരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വക്കീൽ മുഖാന്തരം നമ്മൾ കോടതിയിൽ കേസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാടാമ്പ സ്റ്റേഷനിലെ FIR എടുത്തതാണ് 498 പ്രകാരം. അപ്പൊ അതൊക്കെ വ്യക്തമായ രീതിയിൽ പറഞ്ഞതാണ്. പറയാൻ പറ്റാത്ത അത്രയ്ക്കും നീചമായ കാര്യങ്ങളാണ്, വിഷയങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വാപ്പാന്റെ അതായത് ഈ തങ്ങളെ അനുയായികളായിട്ടുള്ളവര് ജീവിതമാർഗം പണ്ടത്തതും ഇപ്പത്തതും വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പം പണ്ടത്തെ ജീവിത ശൈലിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേച്ച് റസാഖാണെന്നുണ്ടെങ്കിലും പഴശ്ശി ഉസ്താദ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിത ശൈലിയിൽ ഒരുപാട് ഉയർച്ച വരികയും ഇവരെ സ്വാഭാവികമായിട്ടും താഴ്ചയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇവര് എല്ലാ വിധത്തിലും അവർക്ക് തങ്ങൾക്ക് എല്ലാ നെറികളിലും കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അതുപോലെ നാട്ടിൽ ഇപ്പൊ അവര് പറയുന്നത് വെച്ചാൽ നാട്ടുകാരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ മോശമായി കേച്ച് റസാഖ് വാപ്പാന്റെ കുഴപ്പം കൂടിയ ആള് ഷെരീഫ്, അതുപോലെ ഡോക്ടർ കുഞ്ഞുട്ടി, അതൊക്കെ കുറച്ച് അപ്പുറത്തുള്ള ആളാണ്. നമ്മളെ വീടിന്റെ പരിസരത്തുള്ള വേറെ ആർക്കാണെന്ന് അവരൊക്കെ പറയാം നിങ്ങൾ എത്ര രീതിയിൽ ജീവിച്ചാണ്, എത്ര തങ്ങളുടെ രീതിയിൽ നോക്കിയതാണ്, എന്നിട്ടും തങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തതെന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. അവരൊന്നും ചർച്ചയൊക്കെ വിളിക്കാറില്ല. നമ്മളെ 18 ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയത് മുതൽ ഞങ്ങളെ കാണുന്ന അയൽവാസികളൊന്നും ചർച്ചയ്ക്ക് വിളിക്കാറോ അവരോട് വിഷയങ്ങൾ പറയാറോ പോകാറോ ഇല്ല. ഈ 2-3 വർഷമായിട്ടോ ഷെരീഫ് ഡ്രൈവർ എന്ന് പറഞ്ഞത് അവൻ അവിടെ വന്ന് താമസം തുടങ്ങിയതാണ്.
അവർ ഒക്കെ ഡ്രൈവർ ആയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ചിട്ട് അറിയുള്ളൂ. അവരൊക്കെ പെട്ടെന്ന് തിരിഞ്ഞതാണ് അവനൊക്കെ. മകൻ മിഥിലാജും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. തികച്ചും ഹോംലി ടേസ്റ്റിൽ മിജിബി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പെരുമ എന്ന ബ്രാൻഡിൽ സ്റ്റീംഡ് പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടി, ആട്ടപ്പൊടി, ചെമ്പ പുട്ടുപൊടി, റോസ്റ്റഡ് റവ, ഗോതമ്പ് പുട്ടുപൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. ഇനി ഓരോ വീട്ടിലും പെരുമയുടെ പെരുമ പറയട്ടെ.